ദിവസം ഈ നിമിഷം നമുക്ക് നന്ദി ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? എക്സാക്ട്ലി. ഇന്ന് രാവിലെ പൂർണ്ണ ആരോഗ്യത്തോടെ ഉറക്കമുണർന്നു, ഇത്രയും നല്ല രീതിയിൽ കുളിച്ച് ഡ്രസ് ചെയ്ത് ഈ ബസ്സിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് നന്ദി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എത്ര പ്രാവശ്യം അൽഹംദുലില്ലാ ദൈവത്തിന് നന്ദി നമ്മൾ പറയണം. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന് എത്ര പേര് ഇന്ന് രാവിലെ എണീറ്റുണ്ടാവില്ല? ആരോഗ്യത്തോടെ കിടന്ന് എത്ര പേര് ചിലപ്പോൾ ഒരു സൈഡ് തളർന്ന് എണീറ്റുണ്ടാവും രാവിലെ? എത്രയോ പേര്. അപ്പൊ ഈ ഇത്രയോ ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് രാവിലെ അൽഹംദുലില്ലാ ദൈവത്തിന്റെ ആ ഒരു സ്ഥിതി നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മൾ എണീറ്റു, നന്ദി പറയണ്ടേ? അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതാണ് ഖുർആനിലെ സൂറത്തുൽ ഇബ്രാഹിമിൽ ഒരു വാക്യമുണ്ട്, ലാ ഇൻ ശകർതും ലാ അസീദന്നകും. നിങ്ങൾ നന്ദിയുള്ളവനാകൂ, നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയതില് നമുക്ക് നന്ദി ഉണ്ടാവണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇല്ലായ്മയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നം, നമുക്ക് കിട്ടിയ കാര്യങ്ങൾ, കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ ആ ഒരു ക്വാളിറ്റി എല്ലാത്തിലും നിങ്ങൾ ഒരു നന്ദി ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റി, അതായത് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. പക്ഷെ നമ്മളെ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ അതിന്റെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. നെവർ ഫോക്കസ് ഓൺ യുവർ പ്രോബ്ലംസ്, ഫോക്കസ് ഓൺ സൊല്യൂഷൻ.